ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. ഞാനിപ്പോൾ ഉള്ളത് പോപ്പുലർ ഹുണ്ടായുടെ വൈറ്റിലുള്ള ഷോറൂമിലാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നല്ല ഗംഭീര ഓഫേഴ്സാണ് നടക്കുന്നത് പോപ്പുലർ ഹുണ്ടായിൽ. അതായത് ഇയർ എൻഡ് സെയിൽ ഓഫേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഓഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാനായിട്ട് നമുക്ക് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് നിസാമിനെ നമുക്ക് വീഡിയോയിലേക്ക് ക്ഷണിക്കാം. യെസ്, നിസാം, ദീപക്. അപ്പം നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്? നമുക്ക് ആദ്യമേ തന്നെ ഐറ്റൻ്റെ ഡീറ്റെയിൽസ് പറയാം. നമുക്ക് ഐറ്റൻ വരുമ്പോഴത്തേക്ക് 68,000 റുപ്പീസ് ആണ് നമുക്ക് ഡിസ്കൗണ്ട് ഉള്ളത്. ഈ മന്തിലേക്കുള്ള ഡിസ്കൗണ്ട് ആണ്. ഓക്കെ. പിന്നെ നമുക്ക് അതിന്റെ എക്സ്ചേഞ്ച് നമുക്ക് 20,000 റുപ്പീസ് ആയിട്ട് എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് അവൈലബിൾ വരുന്നുണ്ടല്ലേ. അതിന്റെ ഇപ്പൊ ഐറ്റം നമുക്കൊരു ബേസ് വേരിയന്റ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ഓൺ റോഡ് 6.3 ഇറക്കി കൊടുക്കാം. 6.3 അല്ലേ? ഓക്കെ ഓക്കെ. അതൊരു ബെറ്റർ പ്രൈസിങ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു നമ്മളിപ്പോൾ ഫുൾ ഒരു സ്പ്ലിറ്റപ്പിലേക്കൊന്നും പോകുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലെങ്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഞാനിവിടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിൽ വിളിച്ചാൽ മതി. ഇപ്പോൾ ഐറ്റൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്? ഓക്കെ, നമുക്ക് i20ക്ക് നമുക്കൊരു 50,000 റുപ്പീസ് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. ഉണ്ടല്ലേ? എക്സ്ചേഞ്ച് ബോണസ് ഉണ്ടോ? എക്സ്ചേഞ്ച് ബോണസ് 15,000 റുപ്പീസ് എക്സ്ചേഞ്ച് ബോണസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ എക്സ്ചേഞ്ച് ബോണസ് ഉൾപ്പെടെയാണോ? എക്സ്ചേഞ്ച് ബോണസ് അല്ല, 50,000 റുപ്പീസ് ഡയറക്റ്റ് നെറ്റിന് ഡിസ്കൗണ്ട് ആണ്. ആൻഡ് പ്ലസ് 15,000 റുപ്പീസ് ബോണസും കൊടുക്കാം. ഓ, അത് നല്ലൊരു അല്ലേ? പിന്നെ നല്ലൊരു പ്രൈസിംഗ് ആണ്. അപ്പൊ ഈ i20 നമുക്ക് എത്ര ഒരു ബേസ് വേരിയന്റ് നമുക്ക് i20 വിത്തൗട്ട് ഡിസ്കൗണ്ട് 8 lakhs നമുക്ക് ബേസ് മോഡൽ ഇറക്കാം. പിന്നെ ഇപ്പൊ ഡിസ്കൗണ്ട് ഒക്കെ 7.5 അതിന് താഴെ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. ഒരു മാക്സ് ഒരു ബെറ്റർ ഡിസ്കൗണ്ടിലൊക്കെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഇറക്കി കൊടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ നമുക്ക് അടുത്ത എക്സ്റ്റർ ആണല്ലേ? എക്സ്റ്ററിന്റെ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? എക്സ്റ്റർ നമുക്ക് വരുമ്പോഴത്തേക്കും 35,000 റുപ്പീസ് ആണ് എക്സ്റ്റർ ഡിസ്കൗണ്ട് വരുന്നത്. അല്ലാതെ നമുക്ക് 5,000 റുപ്പീസ് എക്സ്റ്ററിന് ക്യാഷ് ഡിസ്കൗണ്ട് ഈ മന്തിൽ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര നാൾ എക്സ്റ്റർ ഡിസ്കൗണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇയർ എൻഡിംഗ് ആയതിന്റെ ഹിണ്ടേ നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അപ്പം ഇതിനും എക്സ്ചേഞ്ച് ബോണസും ഒക്കെ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. 5,000 റുപ്പീസ് ആണ് എക്സ്ചേഞ്ച് ബോണസ് വരുന്നത്. അതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്ര വരും? നമുക്ക് എക്സ്ട്രാ സ്റ്റാർട്ടിംഗ് വരുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് 7.5 ഓൺ റോഡ് നമുക്ക് ഇറക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഈ ഹുണ്ടായി വണ്ടികളുടെ ഒക്കെ ഒരു വാറന്റി എങ്ങനെയാണ്? അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാം. നമുക്ക് മോഡൽ വൈസ് ആണ്. നമുക്ക് i20, i10, ഓറ എന്നുള്ള മോഡൽസ് ആണെങ്കിൽ 3 yearsഉം 1 lakh kilometer ആണ് വാറന്റി വരുന്നത്. അപ് ടു 7 വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. 7 years ഓർ 1 lakh kilometer എക്സ്റ്റെൻഡ് ചെയ്യാം. അതർ മോഡൽസ് ആണെങ്കിൽ വെന്യൂ, എക്സ്റ്റർ, ക്രെറ്റ എന്നൊക്കെ ഉള്ള മോഡൽസിലേക്ക് പോവുകയാണെങ്കിൽ 3 yearsഉം അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ആണ് വാറന്റി വരുന്നത്. അതും 7 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മുടെ ഓറ എന്ന് പറഞ്ഞൊരു മോഡലല്ലേ, അതിൽ CNG ഒക്കെ വരുന്ന ഒരു മോഡൽ. അപ്പം അതിന്റെ എന്താ ഓഫേഴ്സ് വല്ല അവൈലബിൾ ആണോ? 53,000 റുപ്പീസ് ഓഫർ ഉണ്ട് ഈ മന്തിൽ മാത്രം. ഓറ എന്ന് പറയുന്ന മോഡൽ ഒരു സെഡാൻ വെഹിക്കിൾ ആണ് അല്ലേ? സബ് 4 meter സെഡാൻ ആണ്. അപ്പൊ അതിന്റെ എത്ര ഡീറ്റെയിൽസ് വരുന്നത്? നമുക്ക് അതിന് ക്യാഷ് ഡിസ്കൗണ്ട് 40,000 റുപ്പീസ് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. അല്ലാണ്ട് അഡീഷണൽ 10,000 റുപ്പീസ് ബോണസ് ഉണ്ട്, എക്സ്ചേഞ്ച് ബോണസ്. ആൻഡ് 3,000 റുപ്പീസ് കോർപ്പറേറ്റ് ബോണസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതിനിപ്പോ എത്ര വരുന്നുണ്ട് ഒരു ഓൺ റോഡ് പ്രൈസ്? നമുക്ക് ഓൺ റോഡ് ഇപ്പോൾ ഓറ സ്റ്റാർട്ടിംഗ് മോഡലൊക്കെ ആണെങ്കിൽ 8.3 ഓൺ റോഡ് ഇറക്കാം. പിന്നെ CNG അവൈലബിൾ ആണ്. ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ CNG ഭയങ്കര ഡിമാൻഡ് ആണ് ടാക്സി കസ്റ്റമേഴ്സിന്. അപ്പൊ നമുക്ക് അതൊരു ബേസ് മോഡലോട്ട് ഇപ്പൊ ടാക്സി കൊടുക്കാനുള്ള ഒരു പെർമിറ്റ് നമുക്ക് ആയിട്ടുണ്ട്. നമുക്കൊരു ബേസ് മോഡലൊക്കെ ഒരു 8.5 നമുക്ക് ടാക്സി CNG ഇറക്കി ഇറക്കാൻ പറ്റും അല്ലേ? വെന്യൂവിന് എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്? നമുക്ക് വെന്യൂവിന് 60,000 റുപ്പീസ് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. അല്ലാണ്ട് നമുക്ക് 15,000 റുപ്പീസ് എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് കൊടുക്കാൻ വരുന്നുണ്ടല്ലോ. ടോട്ടൽ 65,000 റുപ്പീസ് അടുത്ത് നമുക്ക് ഡിസ്കൗണ്ട്. വെന്യൂ നമുക്ക് ഡീസലും വരുന്നുണ്ടല്ലോ. അപ്പം ഡീസലിന് ഓഫേഴ്സ് വല്ലതും ഉണ്ടോ? ഡീസലിന് 0 ഓഫർ. കാരണം ക്രെറ്റയിൽ യൂസ് ചെയ്യുന്ന സെയിം എഞ്ചിൻ ആണ് നമ്മൾ വെന്യൂവിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹൈ ഡിമാൻഡ് മോഡലായതുകൊണ്ട് 0 ഓഫർ ആണ്. ഫാസ്റ്റ് മൂവിംഗ് ആണല്ലേ? ഫാസ്റ്റ് മൂവിംഗ് മോഡലാണ് ആണല്ലേ? അതുകൊണ്ട് ഡീലറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടോ? നമുക്ക് ഡീലറിന്റെ ഭാഗത്ത് സ്റ്റോക്ക് അവൈലബിൾ ആണെങ്കിൽ ഈ മന്തിലൊക്കെ അത്യാവശ്യം ഡിസ്കൗണ്ട് നമുക്ക് കൊടുത്ത് ഇപ്പൊ വെന്യൂ നമുക്കൊരു സ്റ്റാർട്ടിംഗ് വേരിയന്റ് എത്ര വരും ഓൺ റോഡ്? വെന്യൂ നമുക്കൊരു 9.5 ആണ് പെട്രോൾ വേരിയന്റ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഈ ഓഫേഴ്സ് കഴിഞ്ഞിട്ടാണല്ലോ ആണല്ലേ? ഓഫേഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു 8.8 നമുക്ക് ബേസ് ഇറക്കി കൊടുക്കാൻ പറ്റുമല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ഇനിയിപ്പോ നമുക്ക് വെർണേഡ എങ്ങനെയാണ്? നമ്മുടെ ഒരു സെഡാൻ മോഡൽ, സെഡാൻ ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് വെർണ. ശരിക്കും നമുക്കിപ്പോ ഇന്ത്യൻ മാർക്കറ്റിൽ വെർണല്ല, അത് എലാൻട്രയുടെ പ്ലാറ്റ്ഫോമിലാണ് വന്നത്. ശരിക്കും പഴയ വെർണക്കാട്ടും ലെങ്തിയസ്റ്റ് വെഹിക്കിൾ ആണ് പുതിയ. നല്ല വീൽ ബേസ് ഉള്ള ഒരു വണ്ടി, വീൽ ബേസും കൂടി ഫീച്ചേഴ്സും കൂടി പക്ക പ്രീമിയം വെഹിക്കിൾ. അപ്പൊ നമുക്ക് അതിന് 80,000 റുപ്പീസ് ആണ് ഡിസ്കൗണ്ട് വന്നേക്കുന്നത് ഈ മന്തിലേക്ക് വന്നേക്കുന്നത്. അത് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അതിന്റെ ടർബോ മോഡൽ ഉണ്ടല്ലോ, രണ്ടിനും ഈ ഒരു പ്രൈസിംഗ് സെയിം ഡിസ്കൗണ്ട് ആണ്. നോർമൽ എഞ്ചിനും ടർബോ എഞ്ചിനും സെയിം ഡിസ്കൗണ്ട് തന്നെയാണല്ലേ? അപ്പൊ എത്ര വരും നമുക്ക് ഒരു ഓൺ റോഡ് ഒക്കെ?
ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഫുൾ ഓപ്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 20.3 ഇറക്കി കൊടുക്കാം. ഇറക്കാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം അത്രയാണ് വെർണയുടെ ഡീറ്റെയിൽസ്. ഇനിയിപ്പോൾ നമുക്ക് അൽക്കസാർ, പുതിയ മോഡലാണ് അൽക്കസാർ. അപ്പൊ അതിന് എന്തെങ്കിലും ഓഫേഴ്സ് വരുന്നുണ്ടോ? അൽക്കസാറിന് കറന്റ് ഇതുവരെ ഇതിന്റെ ഓഫേഴ്സ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. കാരണം അത് ഇപ്പൊ നമ്മള് അല്ലേ റീസെന്റ് ലോഞ്ച് ആയ ഒരു വെഹിക്കിൾ ആണ്. നല്ല അടിപൊളി ഒരു മോഡലുമാണ് അല്ലേ? പിന്നെ ഭയങ്കര കാണാൻ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. അത് മാത്രമല്ല ഇപ്പൊ ഭയങ്കര സെയിൽ അൽക്കസാറിന് ആണല്ലേ? മന്ത്ലി ഇപ്പൊ നല്ല നമ്പേഴ്സ് നമ്മൾ ഭയങ്കര ഫാസ്റ്റ്. അതുകൊണ്ട് അൽക്കസാറിന് ഓഫേഴ്സ് സീറോ ഓഫർ അൽക്കസാറിന്. ഓക്കെ ഓക്കെ. നമുക്കിപ്പോ ഇലക്ട്രിക് മോഡലായ നമ്മുടെ അയോണിക്കിന് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്? നമുക്ക് ഓഫേഴ്സ് വല്ലതും വരുന്നുണ്ടോ? ഡെഫിനറ്റ്ലി അയോണിക്കിന് ഏറ്റവും കൂടുതൽ ഓഫർ 2 lakhs എടുത്ത് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അത്രയുണ്ടല്ലേ? 2 lakhs ഡിസ്കൗണ്ട്. അത് ഫ്ലാറ്റ് ഡിസ്കൗണ്ടാ? ഫ്ലാറ്റ് ഡിസ്കൗണ്ട് 2 lakhs. അപ്പൊ ഒരു എന്തെങ്കിലും ഒരു എക്സ്ചേഞ്ച് ഉള്ള ഒരാൾക്കാണെങ്കിൽ എക്സ്ചേഞ്ച് ബോണസും എക്സ്ട്രാ ഉണ്ടാവും? അയോണിക്കിന് എക്സ്ചേഞ്ച് ബോണസ് വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. അതൊരു ബെറ്റർ ഓഫർ ആയിട്ട് എനിക്ക് തോന്നി. കാരണം അയണിക്ക് നോക്കുന്നവർക്ക് 2 lakhs ആണ് നേരെ ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പൊ അയണിക്ക് ഇപ്പൊ എത്ര വരും? ഒരു അയണിക്ക് നമുക്ക് അപ്രോക്സ് ഒരു 54 lakhs ആണ് ഓൺ റോഡ് വരുന്നത്. 2 lakhs 52 നമുക്ക് ഇറക്കി കൊടുക്കാം. 52 പിന്നെ അല്ലാണ്ട് ഡീലർ ഭാഗത്തുള്ള ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് ബെറ്റർ പ്രൈസിൽ വെഹിക്കിൾ ഇറക്കി. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇപ്പം ഈ സ്പ്ലിറ്റപ്പ് എല്ലാം പറഞ്ഞ് ഫുൾ ഒരു ഇതിലോട്ട് പോകാത്ത മെയിനായിട്ടും ലെങ്ത് കൂടും എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ പ്രൈസിംഗിലേക്ക് അല്ലേ കൊടുക്കാൻ പറ്റും. നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ ഒരു ഏകദേശ പ്രൈസിങ് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ കസ്റ്റമറിന്റെ പ്രൊഫൈലൊക്കെ അനുസരിച്ചല്ലേ അപ്പം അതിനകത്തൊരു ബെറ്റർ പ്രൈസിങ് ഇവർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ക്രെറ്റയുടെ ഡീറ്റെയിൽസ് അങ്ങനെ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണല്ലോ അല്ലേ ക്രെറ്റ? ഏറ്റവും കൂടുതൽ യൂണിറ്റ് സെല് ചെയ്യുന്ന ഒരു മോഡലും കൂടെയാണ്. ഇപ്പൊ ക്രെറ്റയ്ക്ക് എങ്ങനെയാണ് ഓഫേഴ്സ് വല്ലതും ഉണ്ടോ? അതോ ക്രെറ്റയ്ക്ക് കറന്റ്ലി 2015 തൊട്ട് ഇതുവരെ സീറോ ഓഫർ ആണ്. അതെ, ഈ ക്രെറ്റയ്ക്ക് ഒരു തവണ പോലും ഓഫേഴ്സ് വരാത്ത ഒരു വെഹിക്കിൾ ആണ് അല്ലേ? അപ്പം ഇതിപ്പോ നമുക്ക് നമ്മുടെ പോപ്പുലറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഓഫേഴ്സ്? ഡെഫിനറ്റ്ലി നമുക്ക് ഇയർ എൻഡിങ് സ്റ്റോക്സ് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സഫിഷ്യന്റ് സ്റ്റോക്ക് ഉണ്ട് ഓൾ കേരള. അതെ, അപ്പൊ നമുക്ക് അങ്ങനെ സ്റ്റോക്ക് അവൈലബിൾ വെഹിക്കിൾ ആണെങ്കിൽ നല്ല രീതിക്ക് ഡിസ്കൗണ്ട് കൂട്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? അപ്പം ഇപ്പൊ ഒരു ക്രെറ്റ നോക്കുന്ന ഒരാൾക്ക് വലിയ താമസമില്ലാതെ വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് വെഹിക്കിൾ വിത്തിൻ 4 days ഡെലിവറി ചെയ്യാം ആണല്ലേ? എല്ലാ വെഹിക്കിളും സഫിഷ്യന്റ് സ്റ്റോക്ക്. ഓഫേഴ്സ് നമുക്ക് എന്ന് വരെയാണ് ഇത്? ഇപ്പം നമുക്ക് ഓഫർ ലാസ്റ്റിംഗ് 31st December വരെയാണ്. അപ്പം ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ഈ 31st വരെ കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു ഹുണ്ടായുടെ വെഹിക്കിൾസ് നോക്കുന്നവർ അല്ലേ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഹുണ്ടായുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക് യു സോ മച്ച്.